മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം നേരെ എത്തുന്നത് മഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. മഞ്ജു ആണെങ്കിൽ സാഗറിനെ കാണുമ്പോൾ തന്നെ ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷൻ ജാമ്യം കിട്ടിയെന്നും മാർക്കോയും അനന്തു സാറാണ് തന്നെ ഇറക്കാമെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിന് സന്തോഷമാവുന്നുണ്ടെങ്കിലും അവൾ വേഗം തന്നെ തിരിഞ്ഞു ഓടുകയാണ്. സാഗറിനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. കാരണം മഞ്ജുവിന്റെ മനസ്സെങ്ങാനും മാറിയോ അല്ലെങ്കിൽ താൻ തെറ്റുകാരനാണെന്ന് മഞ്ജു സംശയിക്കുന്നുണ്ടോ എന്നൊക്കെ സാഗർ ചിന്തിക്കുകയാണ്. അങ്ങനെ സാഗർ ആണെങ്കിൽ മഞ്ജുവിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് പറ്റി മഞ്ജു, നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേദനയാണ് ഉള്ളതെന്നൊക്കെ പറയുന്നു. എന്താ ഞാൻ ഇങ്ങ് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് മഞ്ജു പറയുന്നുണ്ട്, നമ്മളെ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആരും സമ്മതിക്കില്ല, എല്ലാവർക്കും നമ്മൾ പിരിയണമെന്ന് മാത്രമേ ഉള്ളൂ. സാഗരേട്ടന്റെ കാര്യം പറയാനായിട്ട് ഞാൻ കണ്ണേട്ടനെ കാണാൻ ചെന്നപ്പോഴും കണ്ണേട്ടനും അത് തന്നെയാണ് പറയുന്നത്. എന്തോ എനിക്കതൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് സാഗർ പറയുകയാണ്, നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, കണ്ണേട്ടനും ആ മഹിമയോടും തന്നെയാണ് എന്നെ പുറത്തിറക്കാനായിട്ട് സഹായിച്ചിരിക്കുന്നത്. അനന്ത സാറും മാർക്കോയും വന്നത് അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. ആ മേഘനാഥൻ കാരണം നമുക്കൊരു സന്തോഷമില്ല, സമാധാനമില്ല എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ അവനെ ഒതുക്കാൻ ഈ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് ചിലപ്പോൾ കഴിഞ്ഞേക്കാം എന്നൊക്കെ സാഗർ മഞ്ജുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും ഈ സമയം വീട്ടിലാണെങ്കിൽ പ്രതാപൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്. അവരാണെങ്കിൽ ഓടിപ്പിടഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ണി തകർന്നങ്ങനെ ഇരിക്കുന്നതാണ് മുത്തശ്ശിയും പ്രതാപനും കാണുന്നത്. മുത്തശ്ശി വേഗം തന്നെ ഉണ്ണിയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. ഉണ്ണിമോനെ, നീ കരയണ്ട എന്നൊക്കെ പറയുമ്പോൾ പോയി മുത്തശ്ശി, എല്ലാം പോയി, എന്റെ കുഞ്ഞു പോയി. കുറച്ചുകൂടി നാൾ കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയണം. എനിക്ക് ഇതെങ്ങനെ സഹിക്കണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി സങ്കടപ്പെടുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. കരുണമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവളെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നൊക്കെ മുത്തശ്ശിയോട് ഉണ്ണി പറയുന്നു. പ്രതാപനാണെങ്കിൽ ചെയ്തു പോയ തെറ്റിന് ഏത് രീതിയിലാണ് ഇനി പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത്. ഡോക്ടറെ കാണുമ്പോൾ തന്നെ പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് മോളുടെ അവസ്ഥ എന്ന്. കരുണയുടെ അവസ്ഥയെക്കുറിച്ച് പറയാൻ പറ്റില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കിടക്കുകയാണ്. ഉറപ്പായിട്ട് പ്രതീക്ഷ കൈവിടാതെ ഇരിക്കാം, അല്ലാതെ മറ്റൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും മറ്റൊക്കെ തന്നെ നടത്തിയിരുന്നു. അകത്ത് എന്തോ വലിയ വിഷാംശമാണ് ചെന്നിരിക്കുന്നത്, പക്ഷെ അത് ടെസ്റ്റിലൂടെ പോലും കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, അത് ആ വൈദ്യൻ തന്ന മരുന്ന് തന്നെയാണ് കരുണയുടെ അകത്തേക്ക് പോയിരിക്കുന്നതെന്ന്. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം നോക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും അവയവങ്ങളെ ബാധിച്ച അവസ്ഥയിലാണ്, വെന്റിലേറ്ററിൽ ആണിപ്പോൾ ഉള്ളത്, നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ആണെങ്കിൽ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയോടും പ്രതാപനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ചേർന്ന് വിഷം കൊടുത്തത് എന്റെ കുഞ്ഞിനും അവൾക്കാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും ഉത്തരവില്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുകയാണ്, ആ പായസം ആരായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക, ആ മഹാലക്ഷ്മിക്കാണ് ഈ ഗതി വരുമെന്ന് കരുതിയത്, പക്ഷെ അല്ല, ഇപ്പൊ നമ്മുടെ മോളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുന്നു. അല്ലമ്മേ, ആ വൈദ്യൻ തന്ന മരുന്ന് തന്നെയാണോ മോളുടെ അകത്തേക്ക് പോയിരിക്കുന്നത്? അതേ പ്രതാപ, കാരണം അയാൾ തന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇത് അകത്തേക്ക് ചെന്നാൽ ഒരു ഡോക്ടറെ കൊണ്ടും കണ്ടെത്താനായിട്ട് കഴിയില്ല എന്ന്. ഇപ്പൊ അത് സത്യമായി, മോളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് പോലും എന്താണ് അകത്ത് ചെന്നതെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. ചതി പറ്റിപ്പോയി എന്നുള്ള കാര്യം മൂവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ തന്റെ കുഞ്ഞിന് ഒരു ആപത്തില്ലാതെ തിരിച്ചു കിട്ടണമേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ സമയം മോഹിനിയാണെങ്കിൽ തന്റെ സങ്കടം സഹിക്കാനാവാതെ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മഹിയോട് പറയുന്നു. പായസം കുടിച്ചതിലെന്തോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഇപ്പോ കരുണ വളരെ സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലാണ്, ഹോസ്പിറ്റൽ ആണെന്നൊക്കെ പറയുമ്പോൾ മഹിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? പായസം കുടിച്ചതുകൊണ്ടും ഭക്ഷണം കഴിച്ചതുകൊണ്ടും ആർക്കെങ്കിലും ഇത്ര സീരിയസ് ആയിട്ടുള്ള അവസ്ഥ വരുമോ? ഒരിക്കലും ഇല്ല, അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, കുഞ്ഞിനോ? അങ്ങനെ മോഹിനിയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം മഹിയോട് തുറന്ന് പറയുകയാണ്. കുഞ്ഞിന്റെ കാര്യം ഇനി ആലോചിക്കേണ്ട, കുഞ്ഞ് എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടു പോയെന്ന് പറയുമ്പോൾ മഹിക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം കരുണ അതിന്റെ പേരിൽ ഒരുപാട് അഹങ്കരിച്ചതും തങ്ങൾക്കത് ഇല്ലാതെ പോയതിന്റെ വിഷമവും മഹിക്ക് നന്നായിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞു പോയെന്നോ? എന്താ അമ്മേ, അതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചത്? അറിയില്ല മോളെ, മുത്തശ്ശിയും നിന്റെ രണ്ടാം അച്ഛനും ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്റെ പിറന്നാൾ സദ്യ കഴിച്ചതിന്റെ
ഫലമായിട്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു. എനിക്കൊന്നും അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ കരയുമ്പോൾ അമ്മ സമാധാനത്തോടെ ഇരിക്കെ, ഞാൻ ഈ കാര്യം കണ്ണേട്ടനോട് പറയാമെന്ന് പറഞ്ഞ് വേഗം തന്നെ മഹിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് അവൾ വേഗം തന്നെ കണ്ണന്റെ അരികിലേക്ക് ഓടുകയാണ്. അങ്ങനെ കണ്ണൻ ഈ സമയം ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഹി പറയുകയാണ്, കണ്ണേട്ട ഒരു കാര്യമുണ്ട്. എന്ത് പറ്റി? താനെന്തിനാ ഇങ്ങനെ കരയുന്നത്? അത് കരുണ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലാണെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ട്. കണ്ണേട്ട, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കരുണയുടെ കുഞ്ഞ് എന്നേക്കുമായിട്ട് പോയി. ഇത് കേട്ട് കണ്ണൻ ചോദിക്കുകയാണ്, ഓ, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? കണ്ണേട്ടൻ എന്താ ഒരു കൂസലില്ലാത്തത്? എടോ, ഞാനെന്തിനാ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുന്നത്? ഈ സ്ഥാനത്ത് തന്നെയായിരിക്കും അവർ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അവരൊരിക്കലും ഇങ്ങനെ തന്നെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുകയോ കരയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു കാര്യം താൻ ഉറപ്പിച്ചോ, അന്ന് പിറന്നാൾ ദിവസം അവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മുത്തശ്ശിയും തന്റെ രണ്ടാനച്ഛനും ഉണ്ണിയും കരുണയൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് തനിക്ക് വിഷമമുണ്ടെന്ന് കണ്ണൻ പറയുന്നു. കാരണം അതൊന്നൊന്നും അറിയാത്തൊരു കുഞ്ഞായിരുന്നു. ഇവരുടെയൊക്കെ പ്രവൃത്തിഫലം കൊണ്ട് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായിട്ട് വിട്ടുപോയിരിക്കുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ കരയുകയാണ്. താൻ കരയാതെ ഇരിക്കും. അന്നത്തെ ചതിയിൽ താനായിരുന്നു ശരിക്കും വീഴേണ്ടിരുന്നത്. എനിക്ക് ഉറപ്പുണ്ട്. സ്വാമി വന്നപ്പോൾ തന്നെ ഞാനും മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ കുറിച്ചിട്ടിരുന്നു. എന്തോ ഒരു വലിയ ചതി തനിക്കും എനിക്കും ഇവർ കരുതിക്കുട്ടി വെച്ചിട്ടുണ്ടെന്ന്. ആ പായസത്തിൽ തന്നെ ആയിരിക്കണം എന്തെങ്കിലുമൊക്കെ കലർത്തിയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ ബൗളിൽ പായസം മാറ്റി വെച്ചതും മറ്റൊക്കെ തന്നെ. അങ്ങനെ മഹാലക്ഷ്മിക്ക് ആ വലിയ സത്യം മനസ്സിലാവുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ടി ആ വിഷം കലർത്തിയ പായസം കുടിക്കാൻ തരിക എന്നതായിരുന്നു മുത്തശ്ശിയുടെയും പ്രതാപിന്റെയും കരുണയുടെയും ലക്ഷ്യം. പക്ഷേ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണെന്നും മഹി മനസ്സിലാക്കിയെടുക്കുന്നു. പക്ഷേ മഹി ചിന്തിക്കുന്നുണ്ട് കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ്. എന്തായാലും കരുണയെയും കുഞ്ഞിനെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ എന്നൊക്കെ മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുമ്പോൾ, താൻ വേണമെങ്കിൽ പോയിക്കോ, എനിക്ക് ആരെയും കാണണമെന്നില്ല. കാരണം എൻ്റെ ഭാര്യ ഈ അവസ്ഥയിൽ കിടക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ എനിക്കൊരു നോക്ക് കാണണമെന്ന് യാതൊരു ആഗ്രഹമില്ലെന്ന് കണ്ണൻ തീർത്തു പറയുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും കരുണയുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.